നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം വീഡിയോ കണ്ട് കമന്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെ ഇത് ഇങ്ങനെയൊക്കെ ആണോ അങ്ങനെ ചിന്തിച്ചൊരു സംഭവം എന്താ മെയിൻലി ഏറ്റവും മെയിനായിട്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോ ചിലപ്പോ ഞാൻ ഇരിക്കാവും ഇതിൽ നിക്കുക നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കില്ല. ഇതിൽ വരുമ്പോ അമ്മായിമ്മ അവിടെ നിക്കുമ്പോ ഈ അങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ അപ്പോഴേ ഞാൻ ഇരിക്കുകയാണെന്ന് പോയി നോക്കുക വീഡിയോ എടുത്തായിരിക്കും നോക്കുന്നത്. അതുപോലെ ടൈമൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോ പറഞ്ഞ ടൈം വെച്ചിട്ട് ഒരു കമന്റ് ചെയ്യും. അപ്പൊ ആ ടൈമിൽ പോയേക്കുമ്പോ അങ്ങനെ പറഞ്ഞതിന് നമ്മൾ അപ്പളാ ചിന്തിക്കുക. ഞാൻ ഈ ഇടയിലുള്ള വീഡിയോയിൽ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഉമ്മ ചക്കരയുടെ അടുത്ത് പോയത് അത് സിനുവിന് ഇഷ്ടപ്പെട്ടില്ലാന്നോ. അപ്പം കമന്റ് താഴെ റിപ്ലൈ കൊടുത്തേക്കുന്ന കണ്ടു, അത് എനിക്ക് അവര് ഒന്നിച്ചായത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ ഇന്ത്യന്ന് കൊടുക്കണൊക്കെ ഇവിടെ റിപ്ലൈ കൊടുക്കല് അത് ഇഷ്ടമല്ല, ഇവിടെ ഇന്നും ഫുള്ള് റിപ്ലൈ കൊടുക്കും. ഞങ്ങളെ വീട്ടിൽ പോയില്ലേ, മൂത്ത പെങ്ങളുടെ അപ്പൊ എന്റെ മുഖം ശരിയില്ല, നാട്ടിന്റെ വീട്ടിലേക്കാണല്ലോ പോയത്. എനിക്ക് ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ തിരിച്ചു കണ്ട് റിപ്ലൈ കൊടുത്തു. ഈ ഫാമിലി വ്ലോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എല്ലാ ജേർണി കല്യാണം ഉൾപ്പെടെ എല്ലാം കണ്ടതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാമിലിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഇപ്പൊ പെങ്ങന്മാരൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് പോലും സിനു ക്രിയേറ്റ് ചെയ്താന്നുള്ള രീതിയിലാണല്ലോ കമന്റ്സ്. അത് ഇനി ഫാമിലി വ്ലോഗ് അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കുടുംബമാണെന്നുണ്ടെങ്കിൽ മരുമക്കൾക്ക് വന്ന് കയറി അത് പ്രശ്നം വരിക. രസം ഇവിടെ ഉള്ളവർക്കില്ല, പുറത്ത് കമന്റ് ഇടുന്നവർക്കാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ പാടില്ല. ഇപ്പൊ നാട്ടു വർത്താനൊക്കെ പണ്ട് അയൽക്കൂട്ടത്തിലായിരുന്നു, ഇപ്പൊ ഫുള്ള് ചാനലിലൂടെയാണ്. പിന്നെ നമ്മള് ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇടുന്നോണ്ടാണല്ലോ അവർക്കത് പറയാൻ തോന്നുന്നത്. അപ്പൊ അവര് സ്വയം തീരുമാനിക്കുകയാണ്. അവരുടെയും കൂടി വിലയിരുത്തി പറയുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഇടുമ്പോ ചിലപ്പോ നമുക്ക് ആ സമയത്ത് നമുക്കൊരു ചെറിയ വിഷമാവും. പിന്നെ നമ്മളും ഇങ്ങനെ വീഡിയോസ് കാണണല്ലേ ഫാമിലി വ്ളോഗ്സിന്, നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കാണാതിക്കുക. വെറുതെ ഓരോ പോയിട്ട് ഇങ്ങനെ കണ്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ നമ്മള് ഉയർച്ചകൾ നമ്മളൊന്ന് രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോ അല്ലേ, അപ്പോഴാണ്. കാരണം ഞാൻ പണ്ട് ഈ കമന്റ്സ് ഇടുന്ന ആളുകളൊക്കെ ഞാൻ ഒന്നുമില്ലാത്ത ടൈമിൽ നമ്മളോട് പറയുന്നത് എന്താ, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടണേന്ന് പറഞ്ഞ അതേ ആളുകൾ ഇപ്പൊ നമ്മൾ കഷ്ടപ്പെടണേന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. കാരണം നമ്മൾ രക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഡ്രസ്സിൽ മാറ്റങ്ങൾ വരും, പിന്നെ നമ്മളെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ മാറ്റം വരും. അത് നമുക്ക് അഹങ്കാരം കൊണ്ട് മാറുന്നതല്ല, നമുക്ക് നമ്മുടെ ആഗ്രഹം നടത്തുമ്പോൾ അതായത് ഇപ്പൊ ഈ പറയുന്ന ആരാണെങ്കിലും ഏതൊരു മനുഷ്യനും എല്ലാ സുഖങ്ങളോട് ഒരു ദിവസം ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പിന്നെ അല്ലേ? ആ ജീവിതത്തിലോട്ട് എത്തുമ്പോൾ എന്താണ് ബാക്കിയുള്ള നമ്മൾ രക്ഷപ്പെടുന്ന ആളുകളുടെ കണ്ണില് അപ്പൊ നമ്മൾ അഹങ്കാരിയാവും. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മളെന്താ വെച്ചാൽ നമ്മുടെ ആഗ്രഹം അവിടെ സഫലമാക്കുകയാണ്. നല്ലൊരു ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഒരു കാറിൽ ഒരു യാത്ര പോകണം, ഇതേപോലത്തെ ഒരു വീട്ടിൽ താമസിക്കണം. അപ്പോൾ ഈ ബാഡ് കമന്റ്സ് ഇടുന്ന എന്തിനത്ര വലിയ വീട് എന്നാണ് അപ്പോൾ പറയാം, എന്തിനത്ര നല്ല കാറ് എന്നാ ചോദിക്കുക. അപ്പോഴും കാറ് വേണം, പക്ഷെ നല്ല കാറാവരുത്. വീട് വേണം, നല്ലൊരു വീടാവരുത്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പറയാം. നമ്മളെല്ലാരും ചിന്തിക്കുന്നത് നല്ലൊരു രീതിക്ക്. ഇപ്പൊ നമ്മുടെ മക്കളാണ്, ഇപ്പോൾ എനിക്ക് പണ്ട് ഒരു വീട് പോലും ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. അതായത് ഇപ്പോഴും സ്വന്തമായിട്ടൊരു അഡ്രസ്സ് പോലും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പോൾ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അഡ്രസ്സ് എന്നുള്ള ലെവലിൽ ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പൻ്റെ ഇനീഷ്യൽ വെച്ചിട്ടാണ് ഞാനിപ്പോഴും നടക്കുന്നത്. കാരണം നമുക്കൊരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവൾക്കൊരു വീട്ടുപേരുണ്ട്, എന്താ പേര് അത് അവര് ഫാമിലി ആയിട്ട് പണ്ട് മുതലേ അങ്ങനെ ഒരു ഇതായിരുന്നു. ഞങ്ങളിങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടാന്തരം വാടകയ്ക്ക് കുറെ പാലക്കാടായിരുന്നു, ഒരു 4-5 വീട് വാടകയ്ക്കായിരുന്നു. അതുകൊണ്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാപ്പാൻ്റെ ഫസ്റ്റിൻ്റെ ഇനീഷ്യലാണ് വെച്ചിട്ടുള്ളത്. അവിടെയൊക്കെ അപ്പുറത്ത് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ ഇനീഷ്യൽ എൻ്റെ മക്കൾക്ക് ഇടുമ്പോൾ ഞാൻ എന്താക്കണേ, എനിക്ക് ഇപ്പോൾ ഒരു വീട്ടുപേര് വെച്ചിട്ട് ഒരു ഇനീഷ്യൽ എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നൗഫൽ എഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അലേഹ നൗഫൽ എന്ന് എൻ്റെ മൂത്ത കുട്ടി അലേഹ നൗഫൽ എഫ് എന്നാണ് വല്യപ്പാൻ്റെ പേരിൻ്റെ ഫസ്റ്റ് അക്ഷരം ഇടുന്നത്. ഇനിയിപ്പോൾ ഈ വീടിനൊക്കെ സംബന്ധിച്ച് ഉമ്മാൻ്റെ വീട്ടുപേരിൽ നമുക്ക് എന്താക്കണം, അഡ്രസ്സ് ആക്കണം. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാർ. അവിടെ ഒരു മുറി വാടക വീട്ടിൽ ബാത്റൂം പോലും ഇല്ലാത്ത വീട്ടിൽ ഒറ്റ മുറിയിൽ ഞങ്ങൾ 2 മക്കളും ഒരാൾ ഇവിടെ ആയിരുന്നു, 2 മക്കളും വാപ്പയും ഉമ്മയൊക്കെ കഴിച്ചുകൂടി ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അന്ന് വീടില്ല. ഇന്ന് അൽഹംദുലില്ലാ 2 വീടാണ്, ഒരു വീട് അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഒരു 3 വർഷം കൊണ്ടാണ് ഉണ്ടായി എന്ന് പറയാം. വീട് പിന്നെ ഉമ്മാന്റെ ആങ്ങളമാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അന്ന് വെച്ചെന്നാണ്. അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് നിങ്ങള് ഒരു കുഞ്ഞു വീട്ടിൽ കിടന്നിരുന്നെങ്കിൽ ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒന്നും ആരും ഇടൂല.
അതുപോലെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിൽ എന്താ കുഴപ്പം, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ കമന്റ്സ് ഉണ്ടായിരുന്നു, ഇവരുടെ ഡ്രസ്സ് ശരിയല്ല, പടച്ചവനെ എന്താ പൈസ വരുമ്പോഴത്തേക്ക് പടച്ചവനെ മറക്കരുത് എന്നൊക്കെ ഉള്ള കമന്റുകൾ. ഇവളന്ന് ഇട്ടത് എന്താന്ന് വെച്ചാൽ തമിഴ്നാട് പോകുമ്പോ പലാസ പാന്റും ഇന്റെ ഷർട്ടുമാണ്. അപ്പൊ ഞാന് ഈ ഷർട്ട് കണ്ടപ്പോ ഇത് ഇന്റെ ഷർട്ടാണല്ലോ അങ്ങനെ ചോദിച്ചു. അപ്പൊ ആ പറഞ്ഞോണ്ടാണ് ആളുകൾക്ക് അത് മനസ്സിലായത് ഇന്റെ ഷർട്ടാണല്ലോ എന്നുള്ളത്. ഷർട്ട് നമ്മള് ഇതായി ചെയ്യുമല്ലോ, മെറ്റീരിയലിനോണ്ട് തന്നെ അടിച്ചൊരു നല്ല ലോങ് ഷർട്ടാണ്. ഇവള് തടി കുറവും ഞാൻ അത്യാവശ്യം തടിയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ ഓവർ സൈസ് ഷർട്ട് ഇടുക, ആ ഷർട്ട് ഇവിടെ ഇട്ടവൾക്ക് ശരിക്കും പർദ്ദയാവും. അപ്പൊ ഞാൻ ഷർട്ട് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ആളുകൾക്ക് ഇതിപ്പോ എന്താ വെച്ചാ പുരുഷന്റെ ഷർട്ട് സ്ത്രീ ഇട്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ഓർത്തഡോക്സ് ആൾക്കാർ നമ്മള് കുറെ വീഡിയോസ് കാണുന്നവരുണ്ട്. പക്ഷെ അവരെ നമുക്ക് തിരുത്താൻ ഒരിക്കലും കഴിയൂല. പക്ഷെ ഡെയിലി അവര് വീഡിയോസ് കാണുന്നുണ്ട്, അവരും നമ്മുടെ വിജയത്തിലൊരു പങ്കാളിയാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നിനും നമുക്ക് പറ്റൂല, കാരണം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അഹങ്കാരിയായിട്ട് മാറും. അപ്പൊ അത് അങ്ങനെ ഒരു വൈക്കൊണ്ട് പോട്ടെ. നമ്മളോട് അതാ പറയല്ലേ, ഒരു നാണയമാകുമ്പോ രണ്ട് വശം ഉണ്ടാവും, ഒന്ന് നെഗറ്റീവ് ഉണ്ടാവും, ഒന്ന് പോസിറ്റീവ്. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഇത് രണ്ടും എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കരുത്. ഈ എനിക്ക് തോന്നുന്നു ചക്കരയൊക്കെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഒക്കെ വന്നത് സിനു പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ചക്കര ആയിട്ടല്ല ഇഷ്യൂ വന്നത്. ചക്കര പെങ്ങന്മാര് തമ്മിലൊരു ഇഷ്യൂ ആയിട്ട് ആ ടൈമിൽ ഇവളല്ല പ്രഗ്നന്റ്, അവളായിരുന്നു പ്രഗ്നന്റ്. അല്ലെ, കുഞ്ഞ് വന്ന ആ ഒരു ടൈമിൽ ഒരു 3-4 മാസം മുമ്പൊക്കെ വീഡിയോസ് ഇടുന്ന കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കൊല്ലത്തേക്ക് പോവാത്തത്. അതെ അതെ അതെ. അത് ഞങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്നുള്ളൊരു എന്താണ് പ്രഗ്നൻസി ആയിരുന്നു അത്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് വരുന്ന ടൈമില് ഈ ഒരു പ്രഗ്നൻസി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ആ ടൈമിൽ ഇവള് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇവൾക്ക് ഇങ്ങനെ ടെൻഷൻ വരുന്ന കൂട്ടത്തിലുള്ളതാണ് ഓൾറെഡി. അപ്പൊ ഒരു അമ്മ എന്നുള്ള ടൈമിൽ ഒരു 7th മന്തിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ്സ് വരുമ്പോ ചിലപ്പോ അത് കുഞ്ഞിനും ബാധിക്കും. പിന്നെ മൊബൈൽ നോക്കാതിരുന്നാൽ മതി, കമന്റ്സ് വായിക്കാതിരുന്നാൽ മതി. അതെന്തായാലും ഒരാൾ ചെയ്യൂല. എന്താ ഒന്നോന്ന് നോക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കൂല. അപ്പൊ ഞങ്ങളത് 7ാം മാസത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ, അതെ കുറച്ച് വൈകിട്ടാ പറഞ്ഞേ, നല്ലോണം വൈകിട്ടാ പറഞ്ഞേ. അപ്പൊ ഈ ഫാമിലി വ്ലോഗേഴ്സ് ആകുമ്പോഴത്തേക്കിങ്ങനെ വൈകി പറഞ്ഞാൽ അതും പ്രശ്നമാവൂലേ? അത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അവിടേക്ക് പോവാത്തതായിരുന്നു പ്രശ്നം. നമ്മളിത് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഈ പ്രഗ്നന്റും ആയിട്ട് കൊല്ലം എന്ന് പറയുമ്പോ ഇവിടുന്ന് ഏകദേശം 8 മണിക്കൂർ ഡോക്ടറോട് പറഞ്ഞപ്പോ ഡോക്ടർ യാത്ര പോസിബിൾ അല്ല എന്ന് പറഞ്ഞു അല്ലേ. അതിന് മുന്നേ നമ്മള് ഗുജറാത്ത് പോയി, ഞാൻ ഡോക്ടറോട് ചോദിക്കാതെ പോയി. അതിലിങ്ങോട്ട് വന്നപ്പോ ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. അത് യാത്ര ചെയ്തത് തന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇപ്പൊ രണ്ടാമത് ഇങ്ങോട്ട് കൂടി പോകാനുള്ളൊരു ഇതില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഇവർക്ക് അറിയൂലല്ലോ ഇതാണ് സംഭവം. അപ്പൊ എന്തുകൊണ്ട് ഓള് പോയില്ല, ഓക്ക് നാത്തൂനെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഫുള്ള് നെഗറ്റീവ്. അപ്പൊ എന്നാലും ആ സമയത്തൊക്കെ നമ്മൾ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്രയും നെഗറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് താങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അങ്ങനെ മറുപടി ഇങ്ങനെ കൊടുത്താൽ കുറച്ചൊരു സമാധാനം. ഇവൾക്ക് മറുപടി കൊടുക്കാം. ഞാൻ മറുപടി കൊടുക്കുമ്പോ ഇതൊക്കെ തുടങ്ങി ഒക്കെ സെറ്റാക്കിയത് ഞാനല്ലേ. അപ്പൊ ഞാൻ മറുപടി കൊടുക്കുമ്പോ എനിക്കെന്തോ ഭയങ്കര ഒരു ഇതായോ, നമ്മളെല്ലായിടത്തും ഇങ്ങനെ ക്ഷമിച്ച് ഇങ്ങനെ നിന്ന് പോണ ആളാ. അതായത് നമ്മള് താഴ്ന്നു കൊടുത്താൽ റെഡി ആവുമെങ്കിൽ റെഡി ആവട്ടെ, അങ്ങനത്തെ ഒരു ടൈപ്പാ ഞാൻ. ഇവിടെ ഒട്ടും അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെ ഉരുളക്കുപ്പേരി ഇവിടുന്ന് എന്താ പറഞ്ഞ അതേ പറഞ്ഞ് റിട്ടേൺ പോകും. പക്ഷെ രണ്ടാളും കൂടി പാവമായി കഴിഞ്ഞാൽ എല്ലാരും കൂടെ നിങ്ങളെ യൂസ് ചെയ്യൂലേ? ഒരാൾ അങ്ങനെ നിൽക്കുന്നതല്ലേ നല്ലത്. സോഷ്യൽ മീഡിയയില് പിന്നെ അങ്ങനെ എതിർത്ത് നിക്കാനും നമ്മളെല്ലാരും എല്ലാ നെഗറ്റീവിനൊന്നും പറയില്ല കേട്ടോ. ചിലപ്പോ നമ്മള് നന്നാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയും.